രാജശേഖരൻ സാറേ, ഈ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ അമ്മമാര് ഇപ്പം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഭൂതം ഒന്ന് പിടിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ പഠിക്കാതെ ഇരിക്കുന്ന പിള്ളേരുടെ അടുത്ത് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ SFI ഉള്ള കോളേജിൽ കൊണ്ട് ചേർത്ത് കളയും എന്നൊക്കെ പറഞ്ഞാണ് പേടിപ്പിക്കാറ്, അല്ലേ സാർ? അപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഈ SFI കോളേജുകളിൽ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ പോരാടാനോ പ്രതികരിക്കാനോ സാറന്മാർക്കോ പ്രിൻസിപ്പൽമാർക്കോ പോലും പറ്റില്ല. ഏതെങ്കിലും പ്രിൻസിപ്പൾ പ്രതികരിച്ചാൽ നമ്മുടെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ അവസ്ഥ വരും. അതേ സമയത്ത് അവരെന്തെങ്കിലും രീതിയിൽ കുട്ടികൾക്കെതിരെ പ്രതികരിച്ചാലോ SFIക്കാരെ പ്രതിരോധിക്കാൻ സർക്കാരുമുണ്ട്. പക്ഷേ നമ്മുടെ പ്രിൻസിപ്പൽ രമയ്ക്കെതിരെ സർക്കാർ സ്വീകരിച്ച നടപടികളൊക്കെ ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. സാർ വാർത്ത വായിച്ചാണോ? എന്ത് തോന്നുന്നു? അതിന് തോന്നാൻ എന്താണുള്ളത്? കാരണം ഈ നേരത്തെ പറഞ്ഞത് തന്നെ, ഈ സാധാരണ ഒരു കോളേജ് പ്രിൻസിപ്പൽ, ഞാനത് ചിന്തിക്കുന്നു, ആ പ്രിൻസിപ്പലിനെതിരെ എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നിയെങ്കിൽ തന്നെ, ഇഷ്ടക്കേട് ശരിയോ ന്യായീകരിക്കാമോ എന്നുള്ളത് നമുക്ക് രണ്ടാമത് പറയാം. അവർക്കെതിരെ ഇത്രയും ശക്തമായ ഒരു നടപടിയായിട്ട്, അതായത് ഒരു കേസിന് പോയി, അത് കാരണമുണ്ടായിരുന്നു. അതായത് കോളേജിൽ ഈ SFIയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നു. തുറന്ന് സംസാരിച്ചു. ഈ സംഗതി പുറത്തു സംസാരിച്ചു, ഓൺലൈൻ മാധ്യമത്തിൽ സംസാരിച്ചു. അത് എന്തായാലും സമൂഹം അതിനെ അംഗീകരിക്കത്തേ ഉള്ളൂ. അതായത് ഇവരുടെ പ്രവൃത്തി, പ്രിൻസിപ്പലിന്റെ പ്രവൃത്തിയെ സമൂഹം എത്രയായാലും അതിനെ ഒരു സന്ദേഹത്തോടെ കേൾക്കും, പ്രിൻസിപ്പലിനോട് യോജിക്കുകയും ചെയ്യും. തീർച്ചയായും സാമൂഹിക വിരുദ്ധർ എന്ന ലേബലിൽ തന്നെ കൊടുക്കാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ, അത് മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ SFI ആണല്ലോ, അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം മയക്കുമരുന്നുകാരും മയക്കുമരുന്ന് വ്യാപാരികളും അതൊക്കെയാണ് അവരുടെ അവരുടെ സപ്പോർട്ട് ബേസ്, വരുമാന സ്രോതസ് ഉൾപ്പെടെ അതൊക്കെ അവിടെ നിൽക്കുന്നത്. എനിക്ക് വേറൊരു വലിയ, ഇതിനെ ഞാൻ ചെറിയൊരു കാര്യമായിട്ടല്ല കാണുന്നത്. ഹൈക്കോടതി വിധി വന്നു, ഹൈക്കോടതി കൃത്യമായിട്ട് ഇവർക്ക് റിലീഫ് കൊടുത്തു. ഒരു കാര്യം ഓർക്കണം, ഇത് ചെയ്യാൻ സഹായിച്ചതാരാ? അവസാനത്തെ ഷോക്കോസ് നോട്ടീസ് ആദ്യത്തേതെല്ലാം പരാജയപ്പെടുന്നു കണ്ടപ്പം ഈ പ്രിൻസിപ്പലിന്റെ പെൻഷൻ പോലും തടസ്സപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ ലാസ്റ്റിലെ ഷോക്കോസ് നോട്ടീസ് കൊടുത്തതാരാ? അല്ല, പഴയ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രന്റെ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ. ഈ ഗോപിനാഥ് രവീന്ദ്രൻ ആരാ? ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ അന്ന് പ്രസംഗിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കടന്നാക്രമിക്കാനും ശാരീരികമായിട്ട് ആക്രമിക്കാനും ഇർഫാൻ ഹബീബിനും പറ്റും കൂട്ടുന്നയാള്, അല്ലേ? അങ്ങനെ ക്രിമിനൽസിന്റെ സംഘമായി മാറിയ, ക്രിമിനൽസിന്റെ രക്ഷകർത്താക്കളായി മാറിയ, ക്രിമിനൽസിനെ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ചെന്നാൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് മാറിയ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്ത്, സംസ്ഥാനത്ത് ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അല്ലേ അതിശയിക്കാനുള്ളത്? ഇത് എന്തുകൊണ്ടായിരിക്കും സാർ ഈ SFIക്കാർക്ക് ഈ സാറുമാരും ടീച്ചർമാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ അധ്യാപക സംഘടനയിലെ സാറുമാരുമായിട്ട് അവർക്ക് ഒരു പ്രശ്നമല്ല. കഞ്ചാവാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും കോളേജിൽ ഇവർക്ക് എന്തോ സ്വാതന്ത്ര്യത്തോടെ ചെയ്യും. അതിപ്പോ നമ്മൾ സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ കണ്ടത് അവിടെ അഡ്മിനിസ്ട്രേഷനും അധ്യാപകരും മാനേജ്മെന്റ് അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം കൂടെ ചേർന്നാണല്ലോ ഒരാൾ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൊന്നു കെട്ടിത്തൂക്കിട്ടത്, ഇല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കണ്ടക്സ്റ്റിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വീണ വിജയനെതിരെ നടപടിയെടുക്കുന്നതും അരവിന്ദ് കെജ്രിവാളിനെതിരെ നടപടിയെടുക്കുന്നതും തോമസ് ഐസക്കിനെതിരെ പണം കേസിൽ പിന്നെ കേസെടുക്കുന്നതും ഇതെല്ലാം ഭരണകൂടത്തിന്റെ പ്രതികാര രാഷ്ട്രീയമാണ്. ഭരണകൂടത്തിന്റെ എന്താ പറയുക, വെന്റേറ്റ, പൊളിറ്റിക്കൽ വെന്റേറ്റ. അപ്പൊ ഇതെന്താ നേരം ഒരു കോളേജ് പ്രിൻസിപ്പലിനോട് നിങ്ങളുടെ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് വിരോധം തോന്നിയാലുടനെ അവരുടെ പെൻഷൻ കൊടുക്കാതിരിക്കാനുള്ള ഏർപ്പാട് നോക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. ഇത് തന്നെ ഗവർണർ നിയോഗിച്ച ഒരു വൈസ് ചാൻസലർക്കെതിരെയും ഇത് തന്നെ കാണിച്ചു. ഇവരുടെ ഈ രീതി തന്നെ ഡോക്ടർ സരസുവിന്റെ കേസില് പാലക്കാട് വിക്ടോറിയ കോളേജിൽ അവിടെ ആലത്തൂർ സ്ഥാനാർത്ഥി
എവിടെ ഇവർക്ക് ഇഷ്ടമില്ലാത്തതാണ് ഇവർക്ക് എന്ത് ചെയ്യാം? പ്രതീകാത്മകമായ ചിത ഒരുക്കി, അതെ കുഴിമാടം ഉണ്ടാക്കി. ഇതൊക്കെ ചെയ്യുന്ന കൂട്ടര് എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവർ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് പൊളിറ്റിക്കൽ വെന്റേറ്റയാണെന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രതികാരമാണെന്ന് പറയുന്നത്. അപ്പം ഇതിന് ഏത് തലത്തിലാണ് ഇവരെ, അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവരാചരിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ ദുരാചാരമായിട്ട്. ഞാൻ കാട്ടിക്കൂട്ടുന്ന തെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ എനിക്ക് ശരിയായ കാര്യം തന്നെയാണ് മറ്റുള്ളവരുടെ തെറ്റായിട്ട് ചൂണ്ടിക്കാണുന്നത്. അതിനെ കേരള സമൂഹം അറിയണം. അതുപോലെ കാര്യം ഓർക്കണം, ഇതൊരു പ്രിൻസിപ്പലിന്റെ കേസാണ്. ഡോക്ടർ ടി.പി. ശ്രീനിവാസനോട് പണ്ട് ചെയ്ത് ഓർക്കുന്നില്ലേ? അതുപോലെ ഏതെല്ലാം കോളേജുകളിലാണ് ചെറിയ കാര്യം മതി, ചെറിയ കാര്യം സംഭവിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ കോളേജിലെ പ്രിൻസിപ്പലിനെ കസേരയിൽ പൂട്ടിയിടുക, മുറിക്കകത്ത് പൂട്ടിയിടുക, വിദ്യാർത്ഥികളെ പൂട്ടിയിട്ട് മർദ്ദിക്കും. ഇവിടെ ട്രിവാൻഡ്രത്ത് കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് സംഭവിക്കും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഗുണ്ടായുസത്തിന്റെ ഇരിപ്പിടങ്ങളല്ലേ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ വിഷമം എവിടെയാണ് വരുന്നറിയോ? തൊഴിലില്ലായ്മ പ്രശ്നമാണ് സമരം. തൊഴിൽ ചെയ്യാനുള്ള പരിശീലനമോ വിദ്യാഭ്യാസമോ കിട്ടുന്നതിനുള്ള സാഹചര്യത്തിലുള്ള വിദ്യാർത്ഥികളെ ഗുണ്ടകളാക്കി മാറ്റിയിട്ട് ഒരു കാര്യം ഓർക്കുക. ഗുരുജി ഗോൾവർക്കർ തിരുവനന്തപുരത്ത് വന്നപ്പം അന്ന് ഇതുപോലെ ഗുണ്ടകളാക്കി വിട്ടവരാ ONV കുറുപ്പും മലയാറ്റൂർ രാമകൃഷ്ണനും ഒക്കെ. അന്ന് ഇവരുടെ പണി ഇതാ, എന്തോ അവരുടെ കുടുംബങ്ങളുടെ ഭാഗ്യം കൊണ്ട്, ONV പറഞ്ഞ മലയാളത്തിന്റെ ഭാഗ്യം കൊണ്ടെന്ന് വിചാരിച്ചു. ONV കുറുപ്പിന്റെ കയ്യിലും മലയാറ്റൂർ രാമകൃഷ്ണന്റെ കയ്യിലുമൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ്, 3/4 നൂറ്റാണ്ടിന് മുമ്പ് വടിയും കല്ലും കൊടുത്ത് ഗുരുജി ആക്രമിക്കാൻ വിട്ട കൂട്ടരായതാണ്. ഇവരുടെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ ഉദ്ദേശം അന്നും ഇന്നും ഈ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന പണിയാണ്. വിദ്യാർത്ഥികളെ യുവജനങ്ങളെയൊക്കെ ആക്രമണത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞു വിടുക, സ്വന്തം കുടുംബത്തിലുള്ളവരെയും സ്വന്തം മക്കളെയൊക്കെ ഭേദപ്പെട്ട സ്വാശ്രയമാണെങ്കിലും പഠിപ്പിക്കുക. ഇവന്റെ ഒരു തലമുറ തീർന്നു കഴിയുമ്പം ഈ തലമുറയ്ക്ക് കിറ്റ് കൊടുക്കാൻ വേണ്ടി സ്വന്തം മക്കളെ മുമ്പിൽ നിർത്തുക. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം കേരളം മനസ്സിലാക്കത്തോളം കാലം ഈ രാഷ്ട്രീയത്തിന് ഇവർ ചില നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാണും. തീർച്ചയായും നമ്മൾ കണ്ടില്ല, ഇന്ന് തന്നെ ഇവിടെ വന്നിട്ട് ഈ പല നിയോജകമണ്ഡലങ്ങളിലൊക്കെ പോലും പോസ്റ്റർ കീറുക, അക്രമാത്മകമായ കാര്യങ്ങളിലേക്ക് നീങ്ങുക. നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോയാൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച വെസ്റ്റ് ബംഗാളിലും അവർ ഭരിച്ച ത്രിപുരയിലും ഇന്നും രാഷ്ട്രീയ ആക്രമണങ്ങളുടെ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട്. മറ്റുള്ളിടത്തൊക്കെ ആക്രമണം ഉണ്ടെങ്കിലും, UP-യിലും ബീഹാറിലും പഞ്ചാബിലും എല്ലായിടത്തും ആക്രമണം ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്രയും കൂടുതൽ തല്ലും പിടിയുള്ള സ്ഥലം വേറെ ലോകത്തെങ്ങുമില്ല, ഭാരതത്തിൽ ഇറങ്ങുമില്ല, മഹാരാഷ്ട്രയിൽ ഒരിടത്തുമില്ല, ഈവൻ തമിഴ്നാട്ടിൽ പോലും ഇല്ല. ഇവിടെയാണ് ഇവർ ആളുകളെ പോയിന്റ് ചെയ്തിട്ട് ആക്രമിക്കുക, കൊന്നില്ലാതാക്കുക, ക്യാമ്പസുകളെ പോലും കുരുതിക്കളമാക്കി മാറ്റുക. അങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടർ രമയുടെ കാര്യത്തിൽ ഇവർ ചെയ്തതിന് അതിശയിക്കാൻ എന്താ ഉള്ളത്? അവർക്ക് എന്തായാലും ഈ ഡോക്ടർ രമ ഭാഗ്യവതിയാ, പെൻഷൻ പറ്റിക്കഴിഞ്ഞ് ജീവനോടെ വീട്ടിൽ പോകാൻ പറ്റി. ശരിക്കും പണ്ട് ചെന്നായുടെയും മറ്റേ കൊക്കിൻ്റെയും കഥ പറയുന്ന പോലെ ഇവരുടെ തലയ്ക്കകത്ത്, ചെന്നായുടെ തലയ്ക്കകത്ത് കൊക്കിൻ്റെ വായിക്കകത്ത് കൊക്കിൻ്റെ തല എന്നിട്ടും ജീവൻ തിരിച്ചു കൊടുത്തില്ലേ? അപ്പൊ ഈ ഡോക്ടർ രമ്യയോട് ചോദിക്കാൻ പോകുന്നതാണ്, ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തുള്ളൂ, തല്ലിയും കൊന്നൊന്നും ഇല്ലല്ലോ. ഈ പറഞ്ഞ നമ്മുടെ സരസുവിനെ പോലെ ചിതയൊരുക്കിയില്ലല്ലോ. ചിതയൊരുക്കുന്നൊക്കെ ചെറിയ കാര്യമാണ് ഇവർക്ക്. യഥാർത്ഥ ചിതയൊരുക്കുന്നു ഇല്ലേ? പിന്നെ വെസ്റ്റ് ബംഗാളിൽ ചെയ്തു എന്ന് പണ്ട് പിണറായി സ്റ്റഡി ക്ലാസ്സിൽ പറഞ്ഞൊരു കുഴി കുഴിച്ച് ഉപ്പിട്ട് മൂടും. അങ്ങനെ അക്രമമാണ് ഇവരുടെ രാഷ്ട്രീയ കളരി. ആ കളരിയിൽ നിന്ന് കേരളത്തെ മുക്തമാക്കണം. കേരളത്തിലെ വിദ്യാലയങ്ങൾ പഠിക്കാനുള്ള ഇടങ്ങളാക്കി മാറ്റണം. അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലകളും ഭാരതത്തിന്റെ നിലവാരത്തിലേക്ക് വളരണം, ലോകത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരണം. അതിന് പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം സ്വീകരിക്കാനും ഇതൊക്കെ ഒരു കാര്യം ഓർക്കണം. ഇതാണ് കേരളത്തിൽ വിദ്യാർത്ഥികൾ പുറത്തോട്ട് പോകുന്നതിന്റെ അടിസ്ഥാന കാരണം.
ഈ ക്യാമ്പസ് രാഷ്ട്രീയം അത് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂട്ടി പറയില്ല. ആ. ഈ തരത്തിൽ പോകുന്ന ക്യാമ്പസ് രാഷ്ട്രീയം ഒഴിവാക്കാതെ കേരളം നന്നാവില്ല. നമ്മുടെ തലമുറയ്ക്ക് മുന്നോട്ട് പോകുന്നതിൽ അവസരം ഉണ്ടാവില്ല. ഡോക്ടർ രമയാണെങ്കിലും ഡോക്ടർ സരസു ആണെങ്കിലും ആരെയാണെങ്കിലും അധ്യാപകരെയും അവിടെ മാനേജ്മെൻറ്റിൻ്റെ ചുമതലയുള്ളവരെയും അവരുടെ ജോലി വേണ്ടത് നിർവഹിക്കാൻ അനുവദിക്കണം. റാഗിങ് പോലുള്ള കാര്യങ്ങളിൽ അതിനെ പ്രതിരോധിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു കുട്ടി പരാതി കൊടുത്തല്ലോ, ഒരു കള്ളപ്പരാതി കൊടുത്തല്ലോ. ആ കുട്ടിക്ക് അതിനുള്ളൊരു സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ആ കുട്ടിക്ക് പ്രശ്നം ഉണ്ടായത്. സ്ത്രീധനത്തിന് ഞാൻ വഴിപ്പെടില്ലെന്നും റാഗിങ്ങിന് ഞാൻ ബന്ധപ്പെടില്ലെന്നൊരു അതൊക്കെ വലിയ കുറ്റമാണ്. ഇവർ പരസ്യമായിട്ട് സ്റ്റേജ് കിട്ടിയിട്ട് ആൾക്കൂട്ടം കൂടി പറയാറുണ്ടല്ലോ, ഇതൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതൊരു ഇതിൽ തെറ്റല്ലല്ലോ. അത്രയും ലെജിറ്റിമേറ്റായിട്ടൊരു കാര്യം ചെയ്യാൻ പോയ ഒരാളുടെ പേരിൽ ഈ കള്ളക്കേസ് കൊടുക്കാനുള്ള പരിശീലനമാണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ ഇവർ കേരളത്തിന്, നാളത്തെ കേരളത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇവരിൽ നിന്നുള്ള വിമോചനം, ആ വിമോചനം ഉണ്ടാവാതെ കേരളത്തിൻ്റെ രക്ഷയില്ല. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ സാർ, ഈ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഇത്രയധികം വീഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് കാരണക്കാരൊക്കെ സർക്കാരാണ്. പക്ഷേ ഈ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. ഈ നമ്മുടെ കുട്ടികൾ കണ്ടു പഠിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളാണല്ലോ. ഈ ശിവൻകുട്ടിയെ പോലെ ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ SFI സഖാക്കന്മാർക്ക് കുറച്ചുകൂടെ ധൈര്യം കിട്ടിയില്ല. എന്ത് കാണിച്ചാലും നാളെ ശിവൻകുട്ടി സാറിനെ പോലെ മുണ്ടും നോക്കി നിയമസഭയിൽ പോയി നമുക്കും ഇരിക്കാം, അതായത് ചാടിക്കടക്കാം, എന്തും ചെയ്യാം എന്നൊരു ധാർഷ്ട്യം അവർക്കൊക്കെ കിട്ടുകയല്ലേ. അത് ഈ ഇതിന്റെ മന്ത്രി ബിന്ദുവല്ലേ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ബിന്ദുവാണ്. പക്ഷെ കുട്ടികളുടെ പഠിച്ച സ്കൂൾ തലത്തിൽ പഠിച്ചു വരുമ്പോൾ അവർ കാണുന്ന ശിവൻകുട്ടി തുടങ്ങുന്നു. ശിവൻകുട്ടിയാണ് മാതൃക, ശിവൻകുട്ടി മന്ത്രിയാണ് മാതൃക, ബിന്ദു മന്ത്രി മാതൃകയ്ക്ക് കുറവൊന്നും കണക്കൊന്നുമല്ല. നമ്മുടെ പുള്ളിക്കാരുടെ ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വളരെ തന്നെയല്ല. അവർക്ക് പ്രൊമോഷൻ കിട്ടിയത് പോലും ഔട്ട് ഓഫ് ദി വേ ആയിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇവർ ഗ്രസിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ കിട്ടണമെങ്കിൽ പോലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കണം. അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൂടെ നിൽക്കുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുക്കും. ഒരാളെ എതിർശബ്ദം ഉന്നയിച്ചാൽ ഞാൻ പറയുന്ന ഭാരതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം, കുന്തം കുടച്ചക്രം എന്നൊക്കെ ഒരു വലിയ പ്രസംഗം പ്രസംഗിക്കുമല്ലോ. സ്വാതന്ത്ര്യം, സോഷ്യലിസം ഇതൊക്കെ പറയുമല്ലോ. ഇതൊക്കെ പറയുമ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളിനെ നമ്മൾ പല കാരണങ്ങളുടെ പേരിൽ ഇപ്പം രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പല കാര്യങ്ങളുടെ പേരിൽ ചിലപ്പം രണ്ടുപേരും പറയുന്ന ഒരുപോലെ ആകണമെന്നില്ല. തീർച്ചയായും ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുകയും മറുഭാഗം പറയുന്നത് അംഗീകരിച്ചാൽ മതി. അതിനു പകരം അംഗീകരിക്കത്തില്ലെന്ന് മാത്രമല്ല, മറുഭാഗത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ആ ഉന്മൂലനത്തിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ പടർത്തിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തോട് ഇത് ഏറ്റവും വലിയ ദ്രോഹം. ആ ദ്രോഹം അവസാനിപ്പിക്കാതെ വിദ്യാർത്ഥി സമൂഹവും വരുന്ന തലമുറകളും കേരളവും രക്ഷപ്പെടുകയില്ല.